കൃഷിയെന്ന് കേൾക്കുമ്പോൾ നാം സാധാരണ ഓർക്കുക നല്ല വളക്കൂറുള്ള മണ്ണും ജലലഭ്യതയുമുള്ള പ്രദേശവുമാണ്. എന്നാൽ പരന്നു കിടക്കുന്ന പാറയെ കൃഷിഭൂമിയാക്കി മാറ്റിയ ഒരു ജൈവ കർഷകന്റെ അനുഭവവും അറിവുകളും ഏതൊരു കർഷകനും ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മൂസക്ക എന്ന ജൈവ കർഷകന്റെ കൃഷി വിസ്മയം. പെട്ടെന്ന് കൃഷിയിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഇംഗ്ലീഷ് വളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ താങ്കൾ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ജൈവ കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് വിളവുകൾ കൂടുതലുണ്ടോ, അല്ല ലാഭം കൂടുതൽ കിട്ടുമോ? എന്താണ് ഈ ജൈവ കൃഷി താങ്കൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം? ഞാൻ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കുറേ ഗവേഷണം നടത്തിയ ഒരാളാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മറ്റേ ലാഭം വെച്ചുകൊണ്ടുള്ള ഒരു ഗവേഷണമല്ല, നേരെ മറിച്ച് ഈ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ജീവിത രീതിയുമായി, അതുപോലെ ഈ ഹോസ്പിറ്റലിലെ കേസുകൾ, അതുപോലെ ഈ മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഗവേഷണം നടത്തി അതിനെപ്പറ്റി പഠിക്കുകയും സെർച്ച് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും ഹെൽത്തിയായ ഫുഡ് കഴിക്കുക, ആദ്യം കഴിക്കുക. അതിനുശേഷം നമ്മളെ നാട്ടുകാർ, നമ്മളെ അയൽവക്കക്കാർ, നമ്മളെ നാട്ടുകാർക്ക് എത്തിക്കാൻ പറ്റുന്നിടത്തിൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിന്നിപ്പം പിന്നെ കിഡ്നി അതുപോലെ ലിവർ ക്യാൻസർ അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാണ്. മുമ്പ് എൻ്റെ ചെറിയ ഒരു പ്രായത്തിലൊന്നും ഇങ്ങനെയുള്ള ഒരു രോഗങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അന്ന് നിന്നവർ ചക്ക, മാങ്ങ, അതുപോലെയുള്ള കാട്ടുകിഴങ്ങുകൾ, അതുപോലെ അരിത്തവിട്, അതുപോലെ അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള മുരിങ്ങയില, അതുപോലത്തെ താള്, തവര, അങ്ങനെയുള്ള കുറേ അധികം ഫുഡുകളാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മനുഷ്യന്മാരെന്ന് വെച്ചാൽ വിപണി കിട്ടുന്ന ആപ്പിള്, അതിന് വില പ്രശ്നമല്ല, അവർക്കത് എങ്ങനെ അത് വിഷത്തിൽ മുക്കുന്നതാണോ അതൊന്നും വിഷയമല്ല, ഇത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിരുന്ന മനുഷ്യന്മാർ ഇങ്ങനെ നമ്മളെ കൺമുമ്പിൽ കൂടി കിഡ്നി ഇത് നശിച്ചിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ടും അവരെ ആ വേദന അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുകയാണ്. അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് എന്ന് വെച്ചാൽ നമ്മളെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനല്ല. ഇന്ന് നമ്മളെ മനുഷ്യന്മാരെല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും പണം ഉണ്ടാക്കുക, നമ്മൾക്ക് കാർ എടുക്കുക, ബംഗ്ലാവ് എടുക്കുക, അതുപോലെ സ്വത്തെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ കഴിക്കുന്ന ഒരു ജാൻ വയറിൽ കഴിക്കുന്ന ഫുഡ് നന്നാക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം അതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ആ ഹെൽത്തിയായ ഫുഡ് ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ ജൈവ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാനും കഴിച്ചുകൊണ്ടിരുന്ന ഈ ഫുഡാണ്, വേറെ എനിക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ജൈവ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടി കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അതുപോലെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളെ കുടുംബം ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ജനങ്ങൾക്കും അതുപോലത്തെ കൊടുക്കുക. പിന്നെ ഇതിൽ ലാഭകരമാണോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു മറുപടി കൂടി പറയാം. ഈ ജൈവ രീതിയിലെ കൃഷിക്ക് എന്ന് പറഞ്ഞാൽ കുറേ കടമ്പകളുണ്ട്. ഈ ജൈവ രീതിയിൽ കൃഷി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? മൃഗങ്ങളെ നമുക്ക് വേണം. മൃഗങ്ങളെ ഒന്ന് പശു വേണം, നാടൻ പശു വേണം. അത് ഉണ്ടാക്കേണ്ട ജൈവ രീതിയിലെ പച്ചക്കറി കൃഷിയാണ്. അല്ലാതെ ഒരാൾ എൻ്റെ വീട്ടിൽ ജൈവ കൃഷി ഉണ്ടാക്കണം, ഈ ചാണകവും ഇല്ല, ഈ മൂത്രവും ഇല്ല, ഈ ആട്ടും കാഷ്ടവും ഇല്ല, ആട്ടും മൂത്രവും ഇല്ല, ഇതില്ലാണ്ട് ജൈവ കൃഷി നടത്തണം എന്ന് വെച്ചാൽ അയാൾക്ക് സാധ്യമല്ല. അപ്പോൾ ഏറ്റവും ഞാൻ പറയാം ഒരു ജൈവ കർഷകൻ ഉണ്ടാക്കേണ്ടത് അദ്ദേഹം ഒരു പശുവിനെങ്കിലും, നാടൻ കാസർഗോഡൻ കുള്ളൻ അതുപോലെയുള്ള പിന്നെ പശുവിനെ വളർത്തണം. ആ വളർത്ത വലിയൊരു പാടയല്ല, ഒരു പാട് എന്ന് പറഞ്ഞാൽ ഒരു പാടല്ല. ഒരു പശുവിനെ ഉണ്ടാക്കിയാൽ നമ്മളെ ചുറ്റുപാടും തന്നെ എത്രയോ എന്താ പുല്ലുകൾ നമുക്ക് ഇടങ്ങാറായി നടക്കുന്ന വഴിയിൽ കൂടി ഉണ്ടാകുന്ന കുറേ പുല്ലുകളും ചപ്പും ചവറലുണ്ട്. ഇതവർക്ക് കൊടുത്താൽ അവർക്ക് ഒരു എന്താ ചെയ്യുക, അവർക്ക് നമുക്ക് ചെയ്യുന്നൊരു കാരുണ്യാണ്. ആ മൃഗങ്ങളെ നമ്മൾ സംരക്ഷിച്ചാൽ അതും ദൈവത്തിനടുത്ത് നമുക്ക് പുണ്യമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുക, പിടിക്കുക എന്നെല്ലാം പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് കൊടുത്തുമ്പോൾ അവർ നമുക്ക് നല്ല പാല് തരും, നല്ല ചാണകം തരും, നല്ല മൂത്രം തരും. അപ്പോൾ ചില ആൾക്കാർ പറയും അതിൻ്റെ മൂത്ര കുടിക്കേണ്ടത്, അതിൻ്റെ ചാണകം വാരി മേക്കാതെ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത്, അതൊന്നല്ല. അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരമായി ചെയ്യുന്നത്. ദൈവം നമുക്കിതെല്ലാം സംവിധാനിച്ചെല്ലാം പറഞ്ഞ് നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു പച്ചക്കറിക്ക് നമ്മൾ പിന്നെ ചാണകം മൂത്രം ഇടുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ച് എന്ന് പറയാം. ശരിക്കും മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെ അത് വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, ആ മൂത്രവും ആ ചാണകത്തിൻ്റെ ഇതെല്ലാം ജൈവ രീതിയിൽ അത് വലിച്ചെടുത്തുകൊണ്ട് നമുക്കത് തരുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുകയാണ്. അത് നമ്മളെ ഇതിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ അതിൻ്റെ പോഷകം നമ്മളിലേക്കും കയറുകയാണ്. നേരെ വെച്ച് ഒരു യൂറിയ അല്ലെങ്കിൽ മറ്റുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അത് വലിച്ചെടുത്തുകൊണ്ട് അതിൻ്റെതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൈവ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജീവാമൃതം എന്ന് പറഞ്ഞാൽ ജീവാമൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം, അതായത് 200 ലിറ്റർ വെള്ളം, അതായത് ഒരു 10 കിലോ ചാണകം, 10 കിലോ നാടൻ പശുവിൻ്റെ ചാണകം,
10 ലിറ്റർ മൂത്രം. ഈ മൂത്രം എന്ന് പറഞ്ഞാൽ ശേഖരിക്കാൻ ഇപ്പോൾ നമ്മൾ ആലിൽ നിങ്ങൾക്ക് നോക്കിയാൽ സംവിധാനിച്ചിട്ടുണ്ട്. അത് ശരിക്കും മൂത്രം ഒഴുകിയിട്ട് നമ്മളൊരു പൈപ്പിൽ കൂടി ഒരു ബക്കറ്റിലേക്ക് വരുന്ന രീതിയാണ്. അത് ദിവസം ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒന്നും കളയില്ല. ഒരു ആല കഴുകുന്ന ആ വെള്ളം പോലും ഞാൻ ആ കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. അതുപോലും ഞാൻ എന്താ പറയുക, ഒരു വേസ്റ്റായിട്ട് നമ്മൾക്ക് ഒരു മറ്റുള്ളവർക്ക് ഒരു കൊതുക് വളരാനോ അല്ല മറ്റുള്ള തരത്തിലോ ഉപയോഗിക്കില്ല. അത് കംപ്ലീറ്റ് സംസ്കരിച്ച് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കും മറ്റുള്ള അതിന് ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ജീവാമൃതം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാക്കുക? ജീവാമൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക? ജീവൻ്റെ അമൃതം. അപ്പോൾ നമ്മളത് നാടൻ പശുവിൻ്റെ ചാണകം, അതായത് നാടൻ പശുവിൻ്റെ ചാണകം ഒരു 200 ലിറ്ററിൽ ഇതാക്കുന്ന രീതി ഞാൻ പങ്കുവെക്കാം. അതായത് 10 കിലോ ചാണകം. അത് നാടൻ പശുവിൻ്റെ ചാണകത്തിൽ മറ്റുള്ള JC HF അങ്ങനത്തെ ഒന്നും നമുക്കത് ഗുണകരമല്ല. അതിൽ കുറേ ജീവാണുക്കളൊക്കെ കൂടുതൽ ഉള്ളത് നാടൻ പശുവിൻ്റെ ചാണകത്തിലാണ്. അപ്പോൾ നാടൻ പശുവിൻ്റെ ചാണകം 10 കിലോ, അതിൻ്റെ മൂത്രം 10 കിലോ, അതിൽ കറുത്ത ശർക്കര ഒരു 2 കിലോ, പിന്നെ പയറ് വർഗ്ഗത്തിൽപ്പെട്ട അതിൽ കടലയാകാം, നിലക്കടലയാകാം, അതായത് 2 പിളർപ്പുള്ള 2 പരിപ്പുള്ള സാധനങ്ങൾ ഏതായാലും മുതിരയാകാം, അല്ലെങ്കിൽ ചെറുപയറാകാം, വൻപയറാകാം, എന്തായാലും അതിന് നമ്മൾ ഒന്ന് മുളപ്പിച്ചിട്ട് ഒന്ന് നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗുണകരമാണെന്ന് എൻ്റെ ഒരു പുതിയൊരു ഗവേഷണത്തിൽ എനിക്ക് തെളിഞ്ഞു. സാധാരണ പയർ പൊടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് പാലേക്കർ കൃഷി എന്ന് അതിന് പറയുന്നുണ്ട്. പൊതുവെ പാലേക്കറാണ് അത് പിന്നെ കണ്ടുപിടിച്ചതും അതിൻ്റെ ക്രെഡിറ്റൊക്കെ അദ്ദേഹത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ശർക്കര, പിന്നെ അതുപോലെ പയറ്, പിന്നെ അതുപോലെ കുറച്ച് മണ്ണ്, ജൈവ രീതിയിലുള്ള മണ്ണ്, നമ്മൾ പിന്നെ മേൽമണ്ണ് ജൈവ രീതിയിലെ മണ്ണ് തന്നെ പറയാൻ വേണ്ടി തന്നെ കാരണം അതിൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് വളം ഇട്ടത് അതിൽ പെടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എത്രമാത്രം ദോഷമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ 1 പിടി മണ്ണ് അല്ലെങ്കിൽ 2 കിലോ മണ്ണ് വരെ ആഡ് ചെയ്യാം. അങ്ങനെ അത് 200 ലിറ്റർ വെള്ളം നമ്മൾ ക്ലോക്ക് രൂപത്തിൽ, അതായത് ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ടാണ് ചലിക്കുന്ന ആ രീതിയിൽ നമ്മൾ 200 ലിറ്റർ വെള്ളത്തിൽ ഒരു 200 ലിറ്ററിൻ്റെ ബാരലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കലക്കി. അതിൻ്റെ വിശദമായിട്ട് വേണമെങ്കിൽ പിന്നീട് ഞാൻ ചുരുക്കി പറയണം, സമയം ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് കലക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 3-ാമത്തെ ദിവസം നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത്. അത് 6-7 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലോക്ക് രൂപത്തിൽ നമ്മൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് മൊത്തത്തിലൊന്ന് ഇളക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ സെറ്റായി പോയി ഒരു ഇതായി കിട്ടില്ല. അപ്പോൾ അത് മൊത്തം ഇളക്കിയൊന്ന് യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു 6-7 മണിക്കൂർ കൂടുമ്പോൾ. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് അത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല എഫക്റ്റ്. 7 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും ഗുണകരം ഇതാണ്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യാം, ഒരു പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 200 ലിറ്ററിൽ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി, അതിൻ്റെ 10 ഇരട്ടി വെള്ളം. അപ്പോൾ ആ വെള്ളം കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പച്ചക്കറിക്ക്, അതുപോലെ 1 ഏക്കറിൽ ഈ 200 ലിറ്റർ വെള്ളം മതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലുത്. 1 ഏക്കറിൽ കൃഷിയിൽ ഈ 200 ലിറ്റർ ബാരലിലെ വെള്ളം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആകെ മുതൽ മുടക്ക് വരുന്നത് ഈ പയറിൻ്റെ ഇതും ചെറിയൊരു മുതൽ മുടക്കാണ്. ഒരു വലിയൊരു കൂടി വന്ന ഒരു 10-250 ഒരു 500 രൂപ കൂട്ടിക്കോ, ചാണകവും മൂത്രം എല്ലാം കൂടി 500 രൂപ താഴെ 1 ഏക്കറിൽ ചെയ്യാം. അതൊരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണതാണ്. ഒരു മാസത്തേക്ക് 2 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പച്ചക്കറികൾക്കോ നമ്മളെ എന്ത് കൃഷിക്കോ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടെന്നുള്ളതാണ്. അതിന് പ്രതിരോധശക്തി കൂടുതൽ, അതിൻ്റെ പോഷക ഗുണം കൂടുതൽ, അത് കഴിക്കുന്ന നമ്മൾക്ക് ആ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെ ഒക്കെ പോഷക ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇതിൽ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളെ എന്താ പറയുക, മണ്ണിൻ്റെ ജൈവ രീതിയൊക്കെ മൊത്തം മാറുകയാണ്. അപ്പം നമ്മൾ വരുന്ന തലമുറയെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്കും കൂടി ആ മണ്ണിനെ സംരക്ഷിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് ആ എന്താ പറയുക, നമ്മളൊരു നല്ലൊരു പിന്നെ പോഷക ഘടകങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മണ്ണിൻ്റെ ഭയങ്കരമായ എഫക്റ്റീവാണ്. അത് എൻ്റെ ഒരു അനുഭവത്തിൽ പറയണം. അപ്പോൾ അത് ചെയ്യാന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമുക്കിപ്പോൾ നെൽകൃഷി നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, നെല്ല്, പിന്നെ ഇത് നമ്മുടെ കരനെൽ കൃഷിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാറ പോലത്തെ പ്രദേശത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. വെറും പാറ. ഒരു ഞാൻ ആദ്യം ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കറിവേപ്പില നടാൻ സ്ഥലമില്ല. അപ്പോൾ എത്രയോ ആൾക്കാർക്ക് പിന്നെ ഈ മണ്ണ് ഉണ്ടായിട്ടും ഈ മണ്ണിൽ കൃഷി ചെയ്യാൻ ഒരു കാന്താരി മുളക് വരെ വെച്ച് വീടിൻ്റെ മുമ്പിൽ പിടിപ്പിക്കാതെ അവിടെ ടെറസ് ഇന്റർലോക്കെല്ലാം ചെയ്ത് നല്ല സ്റ്റൈലാക്കി വെക്കുന്ന ഒരു കാന്താരി മുളക് ആ മുമ്പിൽ വെക്കാൻ വേണ്ടി പോലും മനസ്സില്ലാത്ത കുറേ ആൾക്കാരെ ഞാൻ ഈ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദനയുണ്ട്. അപ്പോൾ ഞാനതിനെ ഒരു ഇതായി പറയുന്നില്ല, ഇതൊരു പാറ പ്രദേശമാണ്. ഈ പാറ പ്രദേശത്ത് കിട്ടുന്നിടത്തുനിന്ന് മണ്ണെല്ലാം സ്വരൂപിച്ച് ഞാൻ അവിടെ കൊണ്ട് നിരത്തിയിട്ടാണ് ഈ കൃഷികൾ ഇതിങ്ങനെയൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ട്, അതുപോലെ ഈ വെണ്ട, ഈ നെല്ല്, ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ലേ ആ ഒരു നമ്മളെ കൃഷിയിലേക്ക് മാറുന്നത്.
അപ്പം ഞാനത് പറഞ്ഞല്ലോ, നമ്മളെ പിന്നെ നമ്മൾക്കും എന്താ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കാം, നമുക്ക് കൊടുക്കുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കാം. അപ്പോൾ ഈ കൃഷി ഇങ്ങനെ ജൈവ രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടം. ഈ കൃഷിക്കാരന് ആർക്കും പറയാം. ഇപ്പം മമ്മൂട്ടിക്കും മോഹൻലാലൊക്കെ വലിയ അവാർഡും വലിയ നല്ല സ്വീകരണം, നിങ്ങൾ സർക്കാരായാലും എല്ലാവരും നല്ല സ്വീകരണം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വേഷത്തിലായാലും എൻ്റെ ഈ വേഷം ഇതല്ല. ഇവിടെ ഇതിപ്പോൾ ഏകദേശം 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലമുണ്ട്. ഇവിടെ ഒരു ജോലിക്കാരനോ ആരും ഇല്ല. ഞാനും എൻ്റെ കുടുംബമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 10-40 ആടുണ്ട്, അതിന് കംപ്ലീറ്റ് പരിചരിക്കുന്നത്. ഈ നെൽകൃഷി, അതുപോലുള്ള ഈ തീറ്റപ്പുൽ കൃഷി, ഫാഷൻ ഫ്രൂട്ട്, അതുപോലെ പച്ചക്കറികൾ, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബവും കൂടി. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും 2 ചെറിയ കുട്ടികളും. ആ കുട്ടികൾ ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നില്ല. അവരെൻ്റെ കൂടെ കൂടിയിട്ട് അത് കണ്ട് പഠിക്കുകയാണ്. അവരെങ്ങനെ നടണം, എങ്ങനെ ഇതാകണം, അവർ കണ്ട് പഠിക്കുകയാണ്. അവർ ആ രീതിയിലേക്ക് വന്നുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇപ്പം അതിലേക്കാണ്, ആ കൃഷിയിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ ഡോക്ടറാക്കുക, എഞ്ചിനീയറാക്കുക, നമ്മളെല്ലാവരും പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. ആ എഞ്ചിനീയർ ഡോക്ടറാക്കിയാൽ എന്താ ഇപ്പോഴത്തെ അവസ്ഥ?